തട്ടിപ്പുകളിൽ നിന്നും ആളുകൾ എങ്ങനെ സംരക്ഷണം നേടാം എന്നുള്ള കുറച്ച് സമയം കഴിഞ്ഞ് അവരുടെ എഡിറ്റ് ചെയ്ത നഗ്ന ഫോട്ടോകൾ തിരിച്ച് മൊബൈലിലേക്ക് ചില ആളുകൾക്ക് പേഴ്സണൽ ലോണിന്റെ ലിങ്കുകൾ മൊബൈലിൽ ലഭിക്കുകയും അവർ നിങ്ങൾ ഇങ്ങനെ പണം നൽകിയും എന്നൊക്കെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് പോലും മറുപടിയായി ലഭിക്കുന്നത്. ടാപ്പ് ചെയ്യുകയും ശ്രമിക്കാൻ ചെയ്തത് കൊണ്ടാണ് അവർ ആ തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെട്ടത്. നമസ്കാരം. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ആധുനിക ഇന്ത്യയിലാണ്, അതായത് ഡിജിറ്റൽ ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ തട്ടിപ്പുകളും നമ്മുടെ ഈ കാലഘട്ടത്തിൽ അധികരിച്ചു വരികയാണ്. പണ്ടൊക്കെ ആട് മാഞ്ചികം എന്നുള്ള തട്ടിപ്പുകൾ, കുറുത്തട്ടിപ്പുകളൊക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ഇന്ന് സൈബർ തട്ടിപ്പുകൾ, സൈബർ ലോ, നമ്മുടെ മൊബൈൽ ഫോണുകൾ പോലും പ്രവർത്തിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണുകൾ പോലും പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന സൈബർ ലോ വളരെ വീക്കാണ്. ദുർബലമായ ഒരു സൈബർ ലോ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സൈബർ തട്ടിപ്പുകൾ വളരെ വളരെ ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സാധാരണക്കാർക്കിടയിൽ പോലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മുതൽ ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകൾ വരെ സൈബർ തട്ടിപ്പിന് വിധേയമാകുന്നു. സൈബർ തട്ടിപ്പിന് വിധേയമാകുന്ന ആളുകൾ പലരും പരാതിപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് സൈബർ തട്ടിപ്പുകൾ പുറം ലോകം അറിയാൻ വൈകുന്നത്. പോലീസിന്റെ പേരിലും CBIയുടെ പേരിലും ഇൻകം ടാക്സിന്റെ പേരിലും കസ്റ്റംസിന്റെ പേരിലും ഒക്കെ പല ആളുകൾക്കും ഫോൺ കോളുകൾ വരികയും അവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്നോ അവരുടെ ബിസിനസ് രംഗങ്ങളിൽ കേസ് എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരുടെ പണം തട്ടിയെടുക്കുന്ന ഒരു രീതി നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ പണം തട്ടിപ്പ് സംഘങ്ങളിൽ 100 തട്ടിപ്പുകൾ നടന്നാൽ 10 എണ്ണം പോലും കൃത്യമായി കണ്ടെടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ തട്ടിപ്പ് നടത്തുന്ന സംഘം വളരെ വിദഗ്ധമായി തന്നെ ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ മൊബൈൽ ഫോണിൽ നിന്നും മറ്റൊരാളെ വിളിക്കുമ്പോൾ നമുക്ക് പബ്ലിക് അവയർനെസ് എന്ന നിലയിൽ ഗവൺമെന്റ് തന്നെ ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ നമുക്ക് ഫോൺ ചെയ്യുകയോ അല്ലെങ്കിൽ മെയിൽ അയക്കുകയോ നമ്മളെ ബന്ധപ്പെടുകയോ ചെയ്താൽ കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നുള്ള അവയർനെസ് നമുക്ക് നൽകുന്നത്. കൊല്ലം ജില്ലയിലെ ഒരു അഭിഭാഷകയെ പോലും കഴിഞ്ഞ ദിവസം വെർച്വൽ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞൊരു ഫോൺ കോൾ വരികയും അതിനുശേഷം വീഡിയോ കോൾ വരികയും വെർച്വൽ അറസ്റ്റ് എന്ന രീതിയിൽ അവരുടെ കയ്യിൽ നിന്നും പണം തട്ടാൻ ശ്രമിക്കുകയും ചെയ്ത തട്ടിപ്പ് സംഘങ്ങൾ നമുക്കിടയിൽ പ്രവർത്തിച്ചു വരികയാണ്. കൃത്യമായി പോലീസിനെ അറിയിക്കുകയും അവരുടെ കോൾ റെക്കോർഡ് ചെയ്യുകയും ടാപ്പ് ചെയ്യുകയും ശ്രമിക്കാൻ ചെയ്തതുകൊണ്ടാണ് അവർ ആ തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇതുപോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ അവരുടെ സുരക്ഷിതത്വം പോകുമോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൈവസി പുറത്ത് ലീക്കാകുമോ എന്നുള്ള ഭയം കൊണ്ട് പല ആളുകളും പരാതിപ്പെടാൻ തയ്യാറാകുന്നില്ല. ഇത്തരം പരാതിപ്പെടാൻ തയ്യാറാകാത്തത് തട്ടിപ്പുകാർ കൂടുതൽ ആർജവത്തോടും കൂടി പുതിയ തട്ടിപ്പ്